ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ജിംഗിൾ ബെൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നല്ല നല്ല കളർഫുൾ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മണിമാല കൊണ്ടുവന്നിട്ടുണ്ട്, കരിമണി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മൾ ക്യാഷ് പ്രൈസ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഓണം പ്രമാണിച്ച് പർച്ചേസിൽ നിന്ന് 2 പേർക്കും അതേപോലെ തന്നെ കമൻസിൽ നിന്ന് 2 പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ നല്ല കമൻസ് ഇടുക, അതേപോലെ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ക്യാഷ് പ്രൈസ് കിട്ടട്ടെ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. മണിമാലയുടെ സിംഗിൾ ലെയർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് പാറ്റേൺ വരുന്നത്. ഇങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള മണിമാലയുടെ. ഇതിൻ്റെ മുത്ത് കുറച്ചും കൂടി വലുതാണ്, അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ കാണും എന്ന രീതിയിലൊക്കെയുള്ള മുത്താണ് ഇതിൽ വന്നിരിക്കുന്നത്. സിംഗിൾ ലെയറിൻ്റെ 8 പിടിയുടെ മണിമാലയാണ് വരുന്നത്. 8 പിടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ചാണ് കേട്ടോ വരിക. ഇങ്ങനെയാണ് വരിക. നല്ല പ്ലേറ്റിങ്ങും നല്ല ഫിനിഷിങ്ങിലും വരുന്ന ഐറ്റം കൂടിയാണ്. അപ്പോൾ 260 അത്രയേ വരുന്നുള്ളൂ സിംഗിൾ ലെയറിന്. കൊളുത്തും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ പാറ്റേണിൽ തന്നെ വരുന്ന സിംഗിൾ ലെയറിന്റെ നമുക്ക് ഈ പാറ്റേൺ ക്രിസ്റ്റൽസ് വരുന്ന പാറ്റേൺ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. കംപ്ലീറ്റ് കുറച്ച് മുത്ത്, ഗോൾഡൻ മുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്രിസ്റ്റൽസ് ആയിരിക്കും കേട്ടോ. അതും റൂബിയുടെ ക്രിസ്റ്റൽസ് ആണ് വരിക. ഇതിന്റെ മുത്തും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും വലുപ്പത്തിന്റെ വ്യത്യാസം. കണ്ടോ, ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ രണ്ടിന്റെയും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ മുത്തിന്റെ വലിപ്പം കുറച്ചും കൂടി ചെറുതായിരിക്കും. അതുകൊണ്ട് സിമ്പിളായിട്ട് വേണം എന്നുള്ളവർക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതും 8 പിടിയാണ്. 8 പിടിനേക്കാളും ഒരു ലേശം ഇത്തിരി ഒരു പൊടിക്ക് കൂടുതലായിരിക്കും. അപ്പൊ ക്രിസ്റ്റൽസ് വരുമ്പോൾ ഇടയിൽ നല്ല ഭംഗി തന്നെയാണ് എന്നും കാണാനായിട്ട്. സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ. സിംഗിൾ ലെയർ മണിമാലയാണ് കാണിച്ചത്. മെറൂൺ സ്റ്റോൺസ് അല്ലെങ്കിൽ ഡാർക്ക് റെഡ് സ്റ്റോൺസ് വരുന്ന ഇയറിംഗ്സ് ആണ് ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് ഇയറിംഗ്സ് ആയിട്ടും ഇടാം, അതേപോലെ സെക്കൻഡ് സ്റ്റഡ്സ് ആയിട്ടോ മൂക്കുത്തിയായിട്ടൊക്കെ ഇടാം. കണ്ടോ, ഈ ഹാങ്ങിങ് നമുക്ക് മാറ്റാനായിട്ട് പറ്റുമേ. സ്റ്റഡും ഈ ഹാങ്ങിങ്സും ആയിട്ടും മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ കളറാണ് സ്റ്റോൺ വരുന്നത്. ഡാർക്ക് റെഡ് ആണ് വരുന്നത്. ഇയറിംഗ്സ് വേണ്ടവർക്ക് ഇയറിംഗ്സ് ആയിട്ട് ഇടാം. ഇപ്പോൾ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഇടണം, നോസ് പിന്നായിട്ട് ഇടണം എന്നുള്ളവർക്ക് മേളത്തെ ഭാഗം അങ്ങനെ ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് 110 വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ബാക്കിൽ സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇയറിംഗ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യട്ടോ. വളരെ ലൈറ്റ് വെയിറ്റിൽ നല്ല ഭംഗിക്ക് ക്യൂട്ടായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. 140 ആണ് വരുന്നത്. ഇതെങ്ങനെയാണ് മേളിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ്. നടുക്കായാലും ഇവിടെ സ്റ്റോൺ വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ ഒരു പ്രത്യേക ഡിസൈൻ ആണ് കേട്ടോ. അത് തന്നെയാണ് ഇതിന്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. നല്ല ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. താഴത്തെ ഹാങ്ങിങ്സ് പറയുന്നത്. ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. അപ്പോൾ 140 വരുന്നുള്ളൂ. വൈറ്റ് സ്റ്റോൺ വരുന്ന ഇയറിംഗ്സ് ആണ്. ഇനി നമുക്ക് 180 റുപ്പീസിൽ വരുന്ന ഇയറിംഗ്സ് ഉണ്ടല്ലോ, അത് ഈ പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. ആദ്യത്തെ പാറ്റേൺ ഇങ്ങനെയാണ്. താഴെ ക്രിസ്റ്റൽസ് ആണ് ഹാങ്ങിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നല്ല ഫിനിഷിംഗിൽ വരുന്ന ഐറ്റം ആണ്. ബാക്കിൽ സ്ക്രൂസ് ആണ് ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഹാങ്ങിങ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സ്റ്റഡ് മോഡലാണ് വരുന്നത്. കംപ്ലീറ്റ് വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത്. കണ്ടില്ലേ, ക്ലോസർ വ്യൂ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഫുൾ വൈറ്റ് സ്റ്റോൺസ് ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാം. ബാക്കിൽ എല്ലാത്തിൻ്റെയും സ്ക്രൂസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. 180 കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് പർച്ചേസ് ചെയ്താലും 180 ആണ് വരുന്നത്. പേളും ക്രിസ്റ്റൽസും നമ്മൾ ഇനി കാണിക്കുന്നത് പേളും ക്രിസ്റ്റൽസും കൂടിയായിട്ട് വരുന്ന മാലയാണ്. ഷോർട്ട് ചെയിനിൽ വരുന്നതാണ്. ബ്ലാക്ക് ക്രിസ്റ്റൽസും അതേപോലെ മെറൂൺ ക്രിസ്റ്റൽസും ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നടുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് പേളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു റൗണ്ട് സൈസിലുള്ള വലിയൊരു പേളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ്. നമുക്ക് ചോക്കർ പോലെയൊക്കെ ഇത് ഇടാനായിട്ട് പറ്റും, കുറച്ച് ഇറക്കി ഇടാനായിട്ട് പറ്റും. ഇതാണ് കംപ്ലീറ്റ് പാറ്റേൺ പോകുന്നത്. ക്രിസ്റ്റൽസിന് എന്നും ഷൈനിങ് ഉള്ള ക്രിസ്റ്റൽസ് ആണ് വരുന്നത്. ഇത് 210 ആണ് വരുന്നത്. ബാക്കിൽ സൈക്കിൾ കൊളുത്താണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ തന്നെ കണ്ണികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോക്കർ മോഡലും അല്ലാതെയൊക്കെ നമുക്ക് ആയിട്ട് ഇടാനായിട്ട് പറ്റും. ജസ്റ്റ് 210 വരുന്നുള്ളൂ. 2 ലെയറിൽ വരുന്ന കളർഫുൾ പേളിന്റെയും ക്രിസ്റ്റൽസിന്റെയും കൂടി ബ്ലെൻഡായി വരുന്ന ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് ലുക്ക് വരിക. ഇപ്പൊ 210 ആണ് റേറ്റ്. ഇനി നമുക്ക് ക്രിസ്റ്റലിന്റെ മാലകൾ കണ്ടാലോ. അത് ഈ പാറ്റേണിൽ വരുന്ന ക്രിസ്റ്റൽസ് ആണ്. ഇത് കുറച്ചും കൂടി വലിയ ക്രിസ്റ്റൽസ് ആണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോന്നിന്റെ ഷൈനിങ് കണ്ടില്ലേ. ഇത് നമ്മുടെ കറക്റ്റ് ബ്ലൂ ഇല്ലേ, ബ്ലൂവും ഗ്രീനിനും കൂടി ബ്ലെൻഡായി വരുന്ന കളേഴ്സ് ഇല്ലേ, അതാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ്. ഗ്രീനും ബ്ലൂവും കൂടി നല്ല കോംബോയാണ്. നമുക്ക് ഡ്രസ്സസ് പോലും ഈ രീതിയിൽ വെയർ ചെയ്തതിന് നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇവിടെ കണ്ടോ, ഈ വരുന്ന കളർ ഈ ബ്ലൂ ആണ്, പിന്നെ വരുന്നത് ഗ്രീൻ ആണ്, പിന്നെ ഈ വലിയ പാറ്റേണിൽ വരുന്നത് ഒരു ബ്ലൂവും
ഗ്രീനും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്നതാണ്. അങ്ങനത്തെ പാറ്റേണിലാണ് പോകുന്നത്. ഇതിന്റെ ഷേപ്സിലായാലും ഡിഫറൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ സ്ക്വയർ ഷേപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരുന്നത്. അങ്ങനെയാണ് കംപ്ലീറ്റ് ഈ മാല പോകുന്നത്. നല്ല ഷൈനിങ് ഉള്ള ക്രിസ്റ്റൽസ് ആണ്. ഇതിന്റെ ഇടയിലായാലും ഓരോ ഗോൾഡൻ ബോൾസ് കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ക്ലോസർ വ്യൂ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഗോൾഡൻ ബോൾസിനെ. ഇതേ ബാക്കിൽ ഇതേ സൈക്കിളിന്റെ കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റൽസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യാവുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ്. ക്രിസ്റ്റൽസ് ആകുമ്പോൾ കാലങ്ങളോളം ഇങ്ങനെ കിടന്നോളും, ഷൈനിങ്ങും ഉണ്ടാവുക. ഇനി ഇതിന്റെ തന്നെ നമുക്ക് ബ്ലാക്കും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബ്ലാക്ക് വരുന്നത്. ബ്ലാക്കിന് വരുമ്പോൾ ആഷ് ആണ് കേട്ടോ അതിന് കോംബോ ആയിട്ട് വരുന്നത്. ഈ സ്ക്വയർ പാറ്റേണിൽ വരുന്നത് ഡാർക്ക് ആഷ് ആണ് കേട്ടോ ബ്ലെൻഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഇത് ബ്ലാക്ക് ആണ് വരുന്നത്. അതിൻ്റെ ഇടയിലെല്ലാം ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ബാക്കിൽ സൈക്കിൾ കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ തന്നെ കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കാരണം ഒത്തിരി കമൻസ് വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ 2 കളേഴ്സാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ 520 ആണ് റേറ്റ് വരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. അത്രയും അടിപൊളി ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഇതിന്റെ ഓരോന്നൊരു ഡമ്മി ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാമേ. ഗ്രീൻ ആൻഡ് ബ്ലൂവിന്റെ കോംബോയിൽ ഇങ്ങനെയാണ് കേട്ടോ വരിക. ബ്ലാക്കിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഈ സ്റ്റോണിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ലൈറ്റ് പിങ്കും കൂടി അതിൽ ബ്ലെൻഡായി വരുന്നുണ്ട്. ഇനി ആ ഗ്രീൻ മാലയ്ക്ക് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ ബാംഗിൾസ് ആണ്. ഇത് ഇങ്ങനെയാണ് ഗ്രീൻ്റെ കളർ ക്രിസ്റ്റൽസ് വരുന്നത്. ഇവിടെ സ്റ്റാർ ഷേപ്പിൽ സ്റ്റോൺ വർക്ക്സ് ആണ് വരുന്നത്. 180 ആണ്. ഓപ്പൺ ബാംഗിൾ ആണ്. ഈസി ആയിട്ട് എളുപ്പത്തിൽ വെയർ ചെയ്യാനും അതേപോലെ തന്നെ എടുത്തു വെക്കാനും ഒക്കെ പറ്റുന്ന ഐറ്റമാണ്. ഗോൾഡ് പ്ലേറ്ററിന്റെ ജസ്റ്റ് 180 വരുന്നുള്ളൂ കേട്ടോ. അത് 2.4ഉം 2.6കാർക്കൊക്കെ യൂസ് ചെയ്യാമേ. ഇനി ഇതേ പൂക്കളത്തിന്റെ മോഡലിൽ വരുന്ന ഒരു ഇയറിംഗ്സ് ആണ്. ഇത് നടുക്ക് റൂബി സ്റ്റോൺസ് ആണ്, ചുറ്റും ഗ്രീൻ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ്. 310 ആണ് റേറ്റ് വരുന്നത്. കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് വരുന്ന ഇയറിംഗ്സ് ആണ്. ഇനി കാണിക്കുന്നത് കമ്പിവളയാണ്. ഇത് 30 രൂപയുടെ കമ്പിവളയാണ് കേട്ടോ. ജസ്റ്റ് ഒരു പീസിനാണ് നമ്മൾ 30 രൂപ എന്ന് പറയണത്. ഇത് വേറെ പാറ്റേണിലാണ് വരുന്നത്. ജസ്റ്റ് ഒരു ഗ്ലാസിന്റെ പാറ്റേണിൽ പോലെ വരുന്ന ഷൈനിങ് ഇതിലുണ്ട്. ഇത് കണ്ടോ, ഗ്ലാസ് വർക്ക് പോലെ വരുന്ന ഒരു ചെത്തിന്റെ ഒരു ഷൈനിങ് കൂടി ഇതിൽ നിങ്ങൾക്ക് ക്ലോസർ വ്യൂവിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ 2.4 സൈസാണ്. ഒരെണ്ണത്തിന് 30 റുപ്പീസ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പാറ്റേൺ വരുന്നത് കണ്ടോ. ഇങ്ങനെയാണ്. എപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി കെയർ കൊടുക്കണം നമ്മൾ. കാരണം ഒറ്റ വളയായിട്ട് ഇടാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ ഒരുമിച്ച് വേണം ഇത് ഇടാനായിട്ട് കേട്ടോ. ഇപ്പോൾ 12 പീസസ് മേടിക്കണമെങ്കിൽ നിങ്ങൾ 12 ഒരുമിച്ച് ഇടുക. അല്ലെങ്കിൽ 6 പീസസ് ആണ് മേടിക്കണമെങ്കിൽ 6ഉം ഒരുമിച്ച് ഇടാനായിട്ട് ശ്രമിക്കണം കയ്യിൽ. അങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലോസർ വ്യൂ പാറ്റേണും ഇപ്പോൾ ഒരെണ്ണത്തിന് ജസ്റ്റ് 30 റുപ്പീസേ വരുന്നുള്ളൂ. ഇപ്പോൾ 2.4 സൈസുകാർ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. കരിമണി മാല നമുക്ക് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. 3 ഗോൾഡൻ മുത്തും അതേപോലെ 3 ക്രിസ്റ്റലിന്റെ മുത്തും ആ പാറ്റേണിൽ വരുന്ന കരിമണിയാണ്. ഇത് ഇങ്ങനെയാണ് പോകുന്നത് കംപ്ലീറ്റ്. അപ്പോൾ 8 പിടിയുടെ മാലയാണ്. 8 പിടി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 24 ഇഞ്ചാണ്. ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇതാണ് മാലയുടെ ക്ലോസർ വ്യൂ ആൻഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ 410 ആണ് വരുന്നത്. ഇതാണ് കേട്ടോ. ഇപ്പോൾ 8 പിടിയുടെ കരിമണി മാലയാണ്. ഇനി ഇതിന്റെ തന്നെ വേറെ കരിമണിയുടെ നമുക്ക് പാറ്റേണും അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ അടുത്ത പാറ്റേൺ വരുന്നത്. ഇങ്ങനെ കുറച്ച് ക്രിസ്റ്റൽസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. ഒരു 6-7 ക്രിസ്റ്റൽസ് വരും. അത് കഴിഞ്ഞ് ചെയിനാണ് കേട്ടോ. ഒരു തിക്കായിട്ടുള്ള ചെയിനാണ് വരുന്നത്. വീണ്ടും ക്രിസ്റ്റൽസ്, വീണ്ടും ചെയിൻ, അങ്ങനത്തെ ഒരു പാറ്റേണിൽ 8 പിടിയുടെ തന്നെ സെയിം ആണ്. ബാക്കിൽ ഈ കൊളുത്താണ് കൊടുത്തിരിക്കുന്നത്. ഈ കൊളുത്ത് വേണ്ടവർക്ക് നമ്മൾ അതും ചെയ്തു തരുന്നതായിരിക്കും. ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 499 ഗോൾഡ് പ്ലേറ്റഡിന്റെ കരിമണി മാല 499 ആണ്. അങ്ങനെയാണ് കേട്ടോ അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇടയിൽ കുറച്ച് ബീഡ്സ്, പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ചെയിൻ്റെ വർക്ക്, അങ്ങനെയാണ് പോകുന്നത്. ഇനി കാണിക്കുന്നത് ഷോർട്ട് മണിമാലയിൽ തന്നെ ഹാങ്ങിങ്സ് വരുന്ന പാറ്റേൺ ആണ്. ഇതാണ് വരുന്നത്.
പാറ്റേൺ കണ്ടോ, ഒരു ലോക്കറ്റ് പോലെ ഇങ്ങനെ കിടന്നോളും ഫിക്സഡ് ആയിട്ട്. നടുക്ക് റൂബി സ്റ്റോൺസ് ആണ്. ഇവിടെയായാലും ചുറ്റും റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ടോ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കുഞ്ഞു മണിമാലയുടെ ഫിനിഷിങ്ങിൽ വരുന്ന മുത്താണ് ഇതിൽ വന്നിരിക്കുന്നത്. ക്ലോസർ വ്യൂ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റുമേ. ഇങ്ങനെയാണ് വരുന്നത് കംപ്ലീറ്റ് പാറ്റേൺ പറയുന്നത്. ബാക്കിൽ ആവശ്യത്തിൽ കൂടുതൽ തന്നെ കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 550 ആണ് പ്രൈസ് വരുന്നത്. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക. ഗോൾഡ് പ്ലേറ്റഡിന്റെ ഐറ്റം കൂടിയാണ്. ഇതിന്റെ ഒരു ഡമ്മി ലുക്ക് ഞാൻ കാണിച്ചു തരാമേ. കഴുത്തിൽ വെയർ ചെയ്ത് വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ കിട്ടുക. മുൻപ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പാറ്റേണിലുള്ള ഇയറിംഗ്സ് ആണ്. ഒത്തിരി റിവ്യൂസും അതേപോലെ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സും വീണ്ടും വീണ്ടും ചോദിച്ചൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അതിൽ മൾട്ടി കളറിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫുൾ വൈറ്റ് സ്റ്റോൺസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 250 ആണ്. ഇപ്പോൾ ഇനി ചെവിയിലേക്ക് വലിയൊരു ഇയറിംഗ്സ് ഇടണം എന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം. ഒത്തിരി കസ്റ്റമേഴ്സ് അത് ചൂസ് ചെയ്യാറുണ്ട്. കാരണം അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ആയതുകൊണ്ട് തന്നെയാണ്. ഫുൾ മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക്സ് ആണ്. താഴെ എവിടെയാണെങ്കിൽ മൾട്ടി കളർ ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ. ഉള്ളിലായാലും താഴെയായാലും കൊടുക്കുന്നത്. ബാക്കിൽ സ്ക്രൂസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. അപ്പോൾ 250 എന്നൊരു റേഞ്ചിലാണ് വരുന്നത് ഈ ഐറ്റംസ്. അപ്പോൾ ഓണത്തിനൊക്കെ കളർഫുൾ ആയിട്ട് ഇടാൻ പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇനി കാണിക്കുന്നത് വയലറ്റ് സ്റ്റോൺസ് വരുന്ന ഇയറിംഗ്സ് ആണ്. വയലറ്റ് സ്റ്റോൺസ് ഒക്കെ വളരെ റെയർ ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ വേഗം പർച്ചേസ് ചെയ്തോളൂ. മൈന്യൂട്ട് ആയിട്ടുള്ള വയലറ്റ് സ്റ്റോൺസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ബാക്കിൽ സ്ക്രൂസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരുന്നത്. ഒത്തിരി കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്